ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ 10. വാഗ്ദത്തം നിറവേറി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം. എൻ്റെ കുട്ടിക്കാലത്ത് എല്ലാ വേനൽക്കാലത്തും എൻ്റെ മുത്തശ്ശിമാർക്കൊപ്പം ഒരാഴ്ച അവധി ആസ്വദിക്കാൻ ഞാൻ 200 മൈൽ യാത്ര ചെയ്യുമായിരുന്നു. ഞാൻ സ്നേഹിച്ച ആ 2 ആളുകളിൽ നിന്ന് എത്രമാത്രം ജ്ഞാനം ഞാൻ നേടിയെന്ന് വളരെ കാലത്തിനു ശേഷം വരെ ഞാൻ അറിഞ്ഞിരുന്നില്ല. അവരുടെ ജീവിതാനുഭവങ്ങളും ദൈവത്തോടൊപ്പമുള്ള നടപ്പും അവർക്ക് എൻ്റെ മനസ്സിന് സങ്കല്പിക്കാൻ കഴിയാത്ത കാഴ്ചപ്പാടുകൾ നൽകി. ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് അവരുമായുള്ള സംഭാഷണങ്ങൾ ദൈവം വിശ്വസ്തനാണെന്നും ദൈവം നൽകുന്ന എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറ്റുന്നു എന്നും എനിക്ക് ഉറപ്പ് നൽകി. യേശുവിൻ്റെ അമ്മയായ മറിയയുടെ കൗമാരപ്രായത്തിൽ ഒരു ദൂതൻ അവളെ സന്ദർശിച്ചിരുന്നു. ഗബ്രിയേൽ കൊണ്ടുവന്ന അവിശ്വസനീയമായ വാർത്ത അതിശയിപ്പിക്കുന്നതായിരിക്കണം. എന്നിട്ടും അവൾ താഴ്മയോടെ ആ ദൗത്യം സ്വീകരിച്ചു. ഒരു പക്ഷേ മറിയയുടെ വൃദ്ധ ബന്ധുവായ എലിസബത്തിനെ സന്ദർശിച്ചത് അവളുടെ അത്ഭുതകരമായ ഗർഭാവസ്ഥയുടെ നടുവിലായിരുന്നു. അതായത് എലിസബത്തിന് 60 വയസ്സ് പ്രായമുണ്ടെന്ന് ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. മറിയ വാഗ്ദത്ത മശിഹായുടെ അമ്മയാണെന്ന് ഗബ്രിയേലിൻ്റെ വാക്കുകൾ എലിസബത്ത് ആവേശത്തോടെ സ്വീകരിച്ചത് അവൾക്ക് ആശ്വാസം പകർന്നു. ക്രിസ്തുവിൽ വളരുകയും പക്വത പ്രാപിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ മുത്തശ്ശിമാരെ പോലെ അവൻ തൻ്റെ വാഗ്ദത്തങ്ങൾ പാലിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. എലിസബത്തിനും അവളുടെ ഭർത്താവായ സക്കറിയാവിനും ഒരു പൈതലിനെ നൽകുമെന്ന് തൻ്റെ വാഗ്ദത്തം ദൈവം പാലിച്ചു. ആ മകൻ സ്നാപക യോഹന്നാൻ 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിഹ, ലോകത്തിൻ്റെ രക്ഷകൻ വരുന്നു എന്ന വാഗ്ദത്തത്തിൻ്റെ മനുഷ്യരാശിയുടെ ഭാവിയുടെ ഗതി മാറ്റിമറിക്കുന്നു.